നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജിനായി വോട്ട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഴിക്കടവിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. വഞ്ചനക്ക് മാപ്പ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ കഴിഞ്ഞകാല നില 2016 2021 സ്വീകരിച്ച നിലപാട് അതേ നിലയിൽ തന്നെ കൂടുതൽ കരുത്തോടെ പ്രകടിപ്പിക്കാനാണ് നിലമ്പൂർ ഒരുങ്ങിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ മത്സരം എങ്ങനെ വേണമെന്നതിനെ കുറിച്ച് ഞങ്ങൾക്കൊട്ടും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല. നിലമ്പൂരിൽ ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടം, അതിനുതകുന്ന സ്ഥാനാർത്ഥി, ഇതാണ് LDF നേരത്തെ മുതൽ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായാണ് എം സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ കാണുന്നൊരു പ്രത്യേകത LDFനോടൊപ്പമുള്ളവർ മാത്രമല്ല, നേരത്തെ LDFനോടൊപ്പം ഇല്ലാത്തവരും വലിയ ഭാഗം സ്വരാജിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് തുടക്കം മുതൽ തന്നെ വൻ സ്വീകാര്യത ആ സ്ഥാനാർത്ഥിത്വത്തിന് ലഭിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ എതിരാളികളിൽ വലിയ തോതിലുള്ള അങ്കലാപ്പാണ് ഉണ്ടാക്കി. LDF കൂടുതൽ ജനപിന്തുണ നേടുന്നു. വലിയ തോതിലുള്ള സ്വീകാര്യത സ്ഥാനാർത്ഥിക്കുണ്ടാകും. ആ അമ്പരപ്പ്